മലയാളി യുവാവിന്റെ ദുരൂഹ മരണത്തിൽ മാസങ്ങൾക്ക് ശേഷം പോളണ്ട് സർക്കാർ അന്വേഷണം ആരംഭിച്ചു. തൃശൂർ പെരിങ്ങോട്ടുകര സ്വദേശി ആഷിഖ് രഘു മരിച്ച സംഭവത്തിലാണ് അന്വേഷണം. യുവാവിനൊപ്പം താമസിച്ചിരുന്ന മലയാളികളായ സുഹൃത്തുക്കൾക്ക് മരണത്തിൽ പങ്കുണ്ടെന്നാണ് കുടുംബാംഗങ്ങൾ സംശയിക്കുന്നത്. ആഷിഖിന്റെ പിതാവ് നടത്തിയ നിരന്തര പരിശ്രമങ്ങളെ തുടർന്നാണ് ഇന്ത്യൻ എംബസി കേസിൽ ഇടപെട്ടത്. ഏപ്രിൽ 1-നാണ് ആഷിഖ് രഘു മരിച്ചത്. പോളണ്ട് തലസ്ഥാനമായ വർഷാവയിൽ മലയാളികളായ 8 സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു താമസം. മരണത്തിൽ സംശയം തോന്നിയ ബന്ധുക്കൾ 10 ദിവസങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു. തലക്കേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. ഇതോടെയാണ് മലയാളി സുഹൃത്തുക്കളിലേക്ക് കുടുംബത്തിന്റെ സംശയം നീണ്ടത്. സംശയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലെങ്കിൽ ഏപ്രിൽ 1-ാം മകൻ മരിച്ചതിൻ്റെ അവർ എന്നോട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അവന് തലേ ദിവസം ശ്വാസം കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായി, ശ്വാസതടസ്സം ഉണ്ടായി, പിന്നെ ഫിക്സ് വന്നിട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. ആദ്യം നമുക്കന്ന് ഇവർ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഈസ്റ്റർ ദിവസം രാത്രിയിൽ ആഷിഖും സുഹൃത്തുക്കളും ചേർന്ന് താമസ സ്ഥലത്ത് പാർട്ടി നടത്തിയെന്നും ഈ പാർട്ടിക്കിടെ മറ്റു ചിലരുമായി ഉണ്ടായ സംഘർഷത്തിൽ ആഷിഖിന് പരിക്കേറ്റെന്നുമായിരുന്നു സുഹൃത്തുക്കൾ ബന്ധുക്കളെ അറിയിച്ചത്. വർഷാവയിലെ പോലീസ് സ്റ്റേഷനിലെത്തി ഇക്കാര്യം ഇവർ മൊഴിയായി നൽകിയിട്ടുണ്ട്. എന്നാൽ കേസിന്റെ തുടക്കം മുതൽ ഇടപെട്ട മലയാളി അസോസിയേഷനും ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആഷിഖിന്റെ ഒബ്വിയസ്ലി അൺനാച്ചുറലാണ്. 23 വയസ്സായ ഒരു പയ്യനിങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നത് അൺനാച്ചുറൽ ആയിട്ടൊരു കാര്യമാണ്. പക്ഷെ അന്ന് സംഭവം നടന്ന സമയത്ത് പോലീസുകാർ അവിടെ പോയി ഇവർ വിളിച്ച സമയത്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു 6 പേര് 7 പേര് ഒരേ കാര്യമാണ് പറയുന്നവർക്ക് അറിയില്ല, അങ്ങനെ വന്ന് കടന്നു ആൻഡ് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർ ആ റിപ്പോർട്ട് എഴുതി കാണും. പക്ഷെ റിപ്പോർട്ട് എഴുതിയാലും യൂഷ്വലി പോസ്റ്റ്മോർട്ടം ഓർഡർ ചെയ്യേണ്ടത് പ്രോസിക്യൂട്ടറാണ്. അപ്പോൾ ആ പ്രോസിക്യൂട്ടർ അവിടെ ഓർഡർ ചെയ്താലാണ് പോസ്റ്റ്മോർട്ടം നടക്കേണ്ടത്. ആൻഡ് എന്തുകൊണ്ട് പ്രോസിക്യൂട്ടർ അത് ചെയ്തില്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ പ്രോസിക്യൂട്ടറൊക്കെ അറിയുള്ളൂ. ആൻഡ് അങ്ങനെ ചെയ്യാതെ യൂഷ്വലി അയക്കാറുമില്ല. അതൊരു സ്ട്രേഞ്ച് ആയിട്ടൊരു കാര്യമാണ്. പോളണ്ട് സർക്കാരിന്റെ സഹായം തേടാൻ പിതാവ് അഭിലാഷ് പലതവണ ശ്രമിച്ചു. യുവാവിന്റെ സുഹൃത്തുക്കൾ വഴി ശ്രമങ്ങൾ നടത്തിയെങ്കിലും മാസങ്ങളോളം ഫലം കണ്ടില്ല. എന്നാൽ മലയാളി അസോസിയേഷന്റെ പിന്തുണയോടെ പരിശ്രമം തുടർന്നു. ഇതിനിടെ പോളിഷ് മാധ്യമങ്ങളിൽ മരണം വാർത്തയായി. ഇതോടെ ഇന്ത്യൻ എംബസി ഇടപെട്ടു. രണ്ട് കൂട്ടരുടെ ഭാഗത്തുനിന്നുണ്ട്. ഒന്ന്, എൻ്റെ മകൻ 23 വയസ്സുള്ള യങ് ബോയ്, എന്തുകൊണ്ട് അവരവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തില്ല? അത് പോളണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായ ഏറ്റവും വലിയ തെറ്റാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും ഞാൻ ഒരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു, ഒരു പരാതി കൊടുത്തിരുന്നു മെയ് 5-ാം തീയതി ഇന്ത്യൻ പോളണ്ട് എംബസിക്ക്, അവിടുത്തെ കൗൺസിലർക്കും അംബാസഡർക്കൊക്കെ. ഇതുവരെ എനിക്ക് റിപ്ലൈ വന്നിട്ടില്ല. ഇതിപ്പോൾ ജസ്റ്റ് ഈ വീഡിയോയുടെ ഒരു 5 മിനിറ്റ് മുന്നാണ് ഇപ്പോൾ എനിക്കൊരു മെയിൽ അവരെ വന്നിട്ടുള്ളത്. അവിടെ അവർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവിടുത്തെ ഗവൺമെൻറ്റിന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. 2.5 മാസം നീണ്ട കുടുംബത്തിന്റെ കാത്തിരിപ്പിനൊടുവിലാണ് ആഷിഖിന്റെ മരണത്തിൽ കേസെടുക്കാൻ പോളിഷ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരാൾക്ക് പോലീസ് കേസുകളെക്കുറിച്ചും വ്യക്തിഗത വിവരങ്ങളെക്കുറിച്ചും അറിയുന്നതിന് പരിമിതിയുണ്ട്. എങ്കിലും അന്വേഷണത്തിലൂടെ സത്യങ്ങൾ പുറത്തുവരുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. ന്യൂസ് മലയാളം, തൃശൂർ.